തീയിലൊരുക്കി തകിടാക്കി തീയിലൊരുക്കി തകിടാക്കി ചേലൊത്തൊരു മാല തീർക്കാൻ ഏത് പൊന്നിന്റെ തട്ടാരേ ഏത് പൊന്ന് മാല എവിടെ പോയി വന്നു? അയ്യോ എന്റെ മാല! ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ മാല എടുത്ത് ഇങ്ങനെ ഉരച്ചു നോക്കരുത്. ഉരയ്ക്കുവടി എടി, ഞാൻ ഉരയ്ക്കും. എന്റെ ചെറുക്കൻ നിന്നെ കെട്ടി എടുത്തത് പോലെ ഞാൻ ഉരച്ചു തുടങ്ങിയതാ. ഒറ്റ സ്വർണ്ണമില്ല, ഉരപ്പേ നടക്കുന്നുള്ളടി. നിങ്ങൾ ഇങ്ങനെ ഉരച്ചായത് നിങ്ങൾക്ക് സ്വർണ്ണം നോക്കാൻ അറിയോ? അറിഞ്ഞൂടാ. പിന്നെ എന്തിനാ അറിഞ്ഞൂടാ. നിങ്ങൾ ഇങ്ങനെ എടുത്ത് ഉരയ്ക്കുന്നേ? എടി അറിഞ്ഞൂടെങ്കിൽ നാട്ടുകാരറിയാതെ എനിക്ക് എല്ലാം അറിയാമെന്ന് കേട്ടോ. അങ്ങനെ വിടത്തില്ല ഞാൻ നിന്നെ. 5 പവൻ ഉണ്ടായത് ഇപ്പൊ ഒരച്ച് 3 പവനായി. പവനായി ശവമായി കിടക്കുന്നത്. നിന്റെ വായി വരുന്ന ഞാൻ വിളിച്ചു പറയും കളഞ്ഞു കേട്ടോ. അയ്യോ നോക്കി 5 പവൻ ഉണ്ടായതാ. ഇപ്പൊ ഇതിന്റെ പ്യൂരിറ്റി മൊത്തം പോയി. എന്തോന്ന് നീ ഇപ്പൊ പറഞ്ഞേ? പ്യൂരിറ്റി ഒന്നുകൂടെ പറയടി. പ്യൂരിറ്റി. ഭഗവാനേ ദൈവമേ, പല പച്ചത്തറിയും ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ പ്യൂരിറ്റി. ഈശ്വരാ, നിന്റെ നാക്ക് താന്നു അവിടെ കാലത്തി നിന്റെ തല വെള്ളി വെട്ടാനായിട്ട് ഞാൻ പ്യൂരിറ്റി. മതിയടി, തൃപ്തിയായിടി. ഞാൻ ചത്താലോ എന്റെ ദൈവമേ. നിനക്ക് എങ്ങനെ തോന്നിയടി? എന്റെ മോന്റെ ചോറ് മാറ്റുന്നുണ്ട് എന്നെ വിളിക്കുന്നത്. അയ്യോ പ്യൂരിറ്റി. ഈശ്വരാ, ഗതികെട്ടവളെ, ഇതിന്റെ പ്യൂരിറ്റി പോയി എന്ന് പറഞ്ഞത്. പ്യൂരിറ്റി പോയി. എവറിയാ കപ്പ? ആ നിന്റെ ഭർത്താവ് അവനെ കിഴങ്ങാന്ന് വിളിച്ച് മടുത്തു. നീ അവന്റെ പേര് കപ്പയെന്ന് വിളിയവനെ. അവൻ എവറിയാ കപ്പ? മൂപ്പര് ഡ്യൂട്ടി പോയതല്ലേ, ഇപ്പൊ വരും. വിലക്കം കണ്ടാ തോന്നും മേജർ മഹാദേവൻ പട്ടാളത്തിൽ നിന്ന് വരുവാന്ന് കേട്ടോ. ATM മുമ്പിൽ സെക്യൂരിറ്റി ആയിട്ട് ഇങ്ങനെ കണ്ണും പിടിച്ചിരിക്കുന്നവനാ വലിയ കയറി വന്നോണ്ടിരിക്കുന്നത്. അതെ, എന്റെ ഭർത്താവ് രാത്രി ഇങ്ങനെ ATM ഫ്രണ്ടിൽ ഇങ്ങനെ കണ്ണും തുറന്നിരിക്കുന്നോണ്ടാണ് നിങ്ങൾ ഇവിടെ കണ്ണടയാണ്ടിരിക്കുന്നത്. നീ എവിടെ കണ്ടൊക്കെ പോണെന്ന് പറഞ്ഞായിരുന്നല്ലോ. നമുക്ക് കല്യാണത്തിന് പോണോ? അതാണ്. അതെ, പോകുന്ന പോക്കിൽ എനിക്ക് ഈ മാല ഉരച്ചുരച്ച് പോക്കി എനിക്ക് വേറെ മാലയും കുറച്ച് പട്ടുസാരിയും സാധനങ്ങളൊക്കെ വാങ്ങി തരണേ. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യടാ, നിന്റെ ATM എടുത്തോളൂ മുമ്പിലോട്ട് കൊണ്ട് വെച്ചോടാ. ഇവിടെ ആവശ്യമുള്ളത് മാന്തി എടുത്തിട്ട് ബാക്കി അവിടെ കൊണ്ട് വെയ്യടാ ATM. കപ്പേ ചെല്ലടാ. എന്റെ പൊന്ന് അമ്മേ, അമ്മ വല്ലതും കഴിച്ചായിരുന്നോ? 50 വർഷത്തിന് മുമ്പ് ഒന്ന് കഴിച്ച് കല്യാണം, അതിന്റെ ബാക്കി പത്രമായി ഇരിക്കുന്നത്. എന്താ ഒഴിയണോടാ? അതല്ല, പിന്നെ വയറ്റിലേക്ക് വല്ലതും പോയായിരുന്നോ? ഇല്ലടാ, കടവന്ത്ര കൊല്ലോട് പോയിട്ടുണ്ട്. ഒറ്റ അടിയടുത്തിന്റെ തലയോട്ട് ഞാൻ ഗ്യാസ് അടുപ്പായിരിക്കും. അതല്ല, പിന്നെ അമ്മ വല്ലതും ഞണ്ണിയായിരുന്നോ? ഇവിടെ പുഴുങ്ങി വെച്ചേക്കത് ഇവിടം വരെ നിറഞ്ഞിരിക്കുവാടാ നീ കൊണ്ടുവന്നത്. ഞാനിതിലെ കിഴിപ്പൊറോട്ട മേടിച്ചോണ്ട് വന്നതോ? കടിച്ചു മറിക്കും ഞാൻ കേട്ടോ. എവിടെ 4 ദിവസത്തിന് മുമ്പ് പഴകിയ കല്യാണ വീട്ടിൽ കിടന്ന് കുറെ പൊറോട്ട കെട്ടിക്കൊണ്ട് വെച്ചത് കിഴിപ്പൊറോട്ട. ഞാൻ എന്റെ ദേഹത്തോടെ വളർത്തിയ പട്ടിക്ക് ഞാൻ ഒരെണ്ണം എടുത്ത് ഇട്ട് കൊടുത്ത് അതൊന്ന് മണപ്പിച്ചിട്ട് ഒറ്റ മുറുമുറുക്ക് ചാടി പിടലിക്കൊരു കടി തുടല് പൊട്ടിച്ച് പോയില്ല ആ പട്ടി കേട്ടോ. പട്ടി പോയി തിന്നാത്ത കുറെ പൊറോട്ട കൊണ്ടുവന്നത് കിഴിപ്പൊറോട്ട, അവന്റെ കിഴിപ്പൊറോട്ട. അമ്മേ, എന്നാലും ഞാൻ അമ്മയ്ക്ക് ലേശം കുഴിമന്തി ഉണ്ടാക്കി തരാം. അല്ലേ, ഒരു വട്ടം മാന്തിയതാ നിന്റെ കൊച്ചിന്റെ ബർത്ത്ഡേയാണെന്ന്. ആ മാന്തി കുടിക്കാത്ത വീണ് 6 മാസമാണ് നടുന്നു ഞാൻ കിടന്നത് കേട്ടോ. അവൾ ഇനിയും കിഴിപ്പൊറോട്ട ഇനി അവൾ കുഴിമന്തി ഉണ്ടാക്കാൻ പോകുന്നത്. അല്ല, എന്നിട്ട് അമ്മ തിന്നിനല്ല വീണ് കിടന്നിട്ട്. എന്റെ ചെറുക്കന്റെ കാശല്ലേ ഞാൻ തിന്നും കേട്ടോ. എന്റെ ചെറുക്കന്റെ കാശായിട്ട് ഞാൻ തിന്നും. എന്നാ പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും ചപ്പാത്തി അങ്ങനെ ഒന്നും ഉണ്ടാക്കല്ലേ. ഇത് കണ്ടോ നീ? ഇത് കണ്ടോടി നീ? ഒരു വട്ടം എന്നെ ഉണ്ടാക്കിയതിന്റെയാ കേട്ടോ. മുടി ഇപ്പൊ ചെയ്തുതരാം, മറ്റേത് ചെയ്തരാന്ന് പറഞ്ഞോണ്ട് കൊടുത്തെന്ന് ഏതോ പ്ലാസ്റ്റിക് സാധനം വെച്ച് കരിച്ചു കളഞ്ഞോടി എന്റെ മുടി. നീ 6 മണിക്ക് ശേഷം എന്റെ കണ്ണ് കണ്ടുകൂടാ. 6 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പറ്റത്തില്ല. എന്നാ പകലിറങ്ങി നടക്കാന്ന് വെച്ചാൽ കാക്ക ഓട്ടിച്ചിട്ട് കൊത്തുവാതേ കേട്ടോ. ഈ ചെറുക്കൻ അവസാനം തെങ്ങിന്റെ മണ്ട തന്നെ താഴോട്ട് കുത്തി ഇടുന്നത് പരന്തരാഞ്ചിന് ശേഷം കേട്ടോ. ഞങ്ങളെ കല്യാണത്തിന് പോയേച്ചു വരാം. പോയാച്ചാലും മതി. എവിടെ കൂട്ടുകാരിയുടെ റിസപ്ഷനാ. വൈകിട്ട് 6 തൊട്ട് 10 വരെയാ. മോങ്ങുന്നു എടാ, 6 മണിക്ക് ശേഷം നീ കണ്ണ് കാണാൻ വയ്യാത്തോട്ടല്ലോടാ. നിങ്ങൾ രാവിലെ പോണ്ട പോക്കൊക്കെ വൈകുന്നേരത്താക്കുന്നത്. പോകുന്ന വഴിക്ക് നീ വണ്ടി ഇടിച്ച് നിന്റെ തല വേറെ കൈ വേറെ കാല് വേറെയായി കടത്തിനെ കിടക്കുന്ന കാണാൻ പറ്റല്ലേ. ഭഗവാനെ, എന്റെ മോനെ ഞെത്തിക്കണേ. ഇതിന് വണ്ടി ഇടിച്ചാൽ മതിയായിരുന്നു. നീ ഇതവിടെ കൊണ്ടുപോകണം. ആ മാല അങ്ങനെ കൊണ്ടുപോകണം. നീ ഇങ്ങനെ പോയാൽ മതി. മുടിഞ്ഞവളെ ഓട്ട് പാടാ കേട്ടോ. കിടക്കറായിട്ട് കെട്ടിക്കൊണ്ട് വാ നീ. സെറ്റപ്പാണ് ഈ പറഞ്ഞ വീട്. ഇതാണ്. അപ്പോൾ അടിച്ചു പൊളിച്ച് സാധനങ്ങൾ എടുത്തോണ്ട് അതിൽ ഓടരുത്. എന്റെ കൂടെ തന്നെ വരണം. എല്ലാം ആശാൻ എനിക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ച് തരണം. നല്ല പഠിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓട് പൊളിച്ച് നമുക്ക് അത് കയറാം.
എടാ ഇത് ഓർഡർ ചെയ്ത് ടെറസിട്ട വീടാടാ ഇത്. ടെറസിട്ട് വീടാണോ? ആ. എന്താണ് തൊട്ടപ്പുറത്ത് ഓടിട്ട് വീടുണ്ട്, നമുക്ക് അവിടെ പോവാം. അതായത് ഓട് പൊളിച്ച് അകത്ത് കയറിയാലല്ലേ കള്ളന്മാർക്ക് ഒരു ഗുമ്മുണ്ടാകത്തുള്ളൂ. എന്നാ സാറേ, എന്നാ പറ്റിയാ സാറേ? എന്നാ സാറേ, എന്നാ സാറേ, പറയാ സാറേ, എന്നാ സാറേ? വർത്തമാനം പറഞ്ഞു. എടാ ഇവിടെ ഓടിട്ട വീട്ടിൽ പോയി ഓടിന്റെ കഷ്ടം പോലും കിട്ടുമോ നമുക്ക്? ഇവിടെ സാധനമുണ്ട്, ഇവിടെ സാധനമുണ്ട്. ഇവര് കല്യാണത്തിന് പോയിരിക്കുക, അതറിഞ്ഞോണ്ടാ വന്നത്. ദൈവത്തിന് കൊടുത്ത് കൊലയ്ക്ക് കൊടുക്കരുതേ. കൊടുക്കത്തില്ല. എല്ലാം നനച്ചു. എല്ലാം നനച്ചു. ടൂൾസ്. എന്നാ ശനെ സ്കൂട്ടർ പിടിക്കുക. ഇലക്ട്രീഷ്യനെ പണിക്കുന്നോ നമ്മളിവിടെ? പിന്നെ എടാ ഇതല്ല സ്കൂട്ടർ അല്ല, പിന്നെന്തുവാ? എടാ കമ്പി. അയ്യോ, അത് ഞാൻ ഇന്നലെ മൊത്തം കണ്ടിട്ട് ഡിലീറ്റ് ചെയ്തു. സൂപ്പറായിരുന്നു. എന്നാ സാറേ? ഇല്ല സാർ പിടിക്കത്തില്ല. നീ പോ, എന്റെ കൂടെ നീ പോ. നീ ഇവിടെ പോ. എടാ അതാണ് പറഞ്ഞത്. കമ്പിപ്പാര വേണം ഒന്ന് കുത്തി പൊളിക്കാൻ. പാര എടുത്തില്ല, മറന്നുപോയി. കൈ കിട്ടി ചെറിയ ഇതാകെ ചടങ്ങാവൂലേ. ഒളിച്ചിരിക്കാ സാനെ. അശാനെ, നീ എവിടാ? ഞാനിവിടെ ഉണ്ട്. അച്ഛനോടാ. ഞാൻ ഇവിടെ ഉണ്ട്. അശാനെ, എടാ പട്ടി ഓലി ഇടണം. നീ എവിടെ? പട്ടി ഒരിടുന്നാണോ? പട്ടി ഒരു തള്ളയാണ്ട് കോരിയിടുവാ. മോങ്ങിക്കൊണ്ട് വരടാ. ഇവിടെ ആളുണ്ട്, അത് അറിഞ്ഞില്ലല്ലോ. ആശാനല്ലേ പറഞ്ഞ കല്യാണത്തിന് പോയത്? ഞാൻ വിചാരിച്ച നമുക്കേ പോയേക്കപ്പാ. എവിടെ പോവാൻ? രണ്ടെണ്ണോ അവസാനം കറങ്ങിട്ട് എന്റെ കാൽച്ചു പട്ടി വരും കേട്ടോ. രക്തം കണ്ട് അറപ്പ് മാറിയവളാ ഇവള്. ഒറ്റയടിക്ക് തലമണ്ട ഞാൻ അടിച്ചു പൊളക്കും. അല്ലാതെ എവിടെ പോവാൻ? വരട്ടെ, എന്റെ കാൽച്ചു പട്ടി വരട്ടെ. അവത്തിനറിയാം 6 മണിക്ക് ശേഷം എനിക്ക് കണ്ണ് കാണാൻ പറ്റാത്തത്. അതുകൊണ്ടല്ലോ ആ കാലമാണ് അവളെ പെണ്ണുമുള്ള കെട്ടിയെടുത്തോണ്ട് അവള് കല്യാണത്തിന് പോയേക്കുന്നത്. എന്റെ ദൈവമേ, എന്റെ കണ്ണ് കാണാൻ പറ്റാതായിപ്പോയല്ലോ ഭഗവാനെ. എന്നാലെന്തുവാ, എന്ത് പറഞ്ഞാൽ മുമ്പിൽ വന്ന് ഓനാമ്പിച്ച കാണിപ്പല്ലേ ജോലി. അവന്റെ അടുത്ത് ഞാൻ 2 ദിവസം കൊണ്ട് പറയുന്ന കക്കൂസിന്റെ ഓട ഒന്ന് വൃത്തിയാക്കാൻ. എന്നാ നാറ്റതാന്നേ. അവന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. എപ്പോഴെങ്കിലും വരട്ടെ. അല്ലാതെ എന്ത് ചെയ്യാനാ? കണ്ണു കാണത്തില്ല. പെട്ടെന്ന് സാധനം എടാ ഇവിടെ സാധനം ഒന്നും ഒരു വെച്ചിട്ടില്ല, ഒന്നും കാണുന്നില്ലല്ലോടാ. എന്റെ പൊന്നാശാൻ, എന്നെ മെനക്കെട്ട വീട്ടുകാരെ അതെ അടുക്കള കൊണ്ടുവന്ന് അലമാര വെച്ചിരിക്കുന്നു. അലമാരക്കകത്താണ് എന്നോ തണുപ്പാന്നറിയാവോ? അടുക്കള അലമാര ഫ്രിഡ്ജാണോ? അവിടെ ചെന്ന് കയറി കൊടുത്തോ? അയ്യോ, പക്ഷെ ഒരു ഗുണമുണ്ടായി. അതിനകത്ത് ലൈറ്റ് ഉണ്ടായിരുന്നു. ആ ലൈറ്റ് പോട്ടെ ഞാൻ നോക്കിയപ്പോൾ ഒരു സാധനം കിട്ടിയോ? അടിപൊളി സാധനത്തെ അടിപൊളിയാടാ. നീ എന്നെ മൊത്ത അങ്ങനെ ഓടിട്ട് കാര്യമില്ല. എന്ത് തൊണ്ട് മുതൽ കൈ തിരിക്കുമല്ലേ? എന്ത് ചെയ്യാൻ പോയി? വഴിയുണ്ട്. അയ്യോ ആണ്ട കൊണ്ട് കെട്ടിലിട്ട്. എടാ അത് എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ വന്ന് ഇനി എങ്ങനെ എടുക്കും അത്? ആശാന്റെ പോലീസുകാരെ കണ്ടുകഴിഞ്ഞാൽ തൊണ്ട് പോലെ നമ്മുടെ കൈ പിടിക്കത്തില്ലേ? ഒരു വഴിയുണ്ട്. നാളെ രാവിലെ നമ്മൾ കൂടെ വന്നിട്ട് ആ സാധനം എടുക്കാം. അച്ഛൻ വരുമോ എടുക്കാൻ? എങ്ങനെ എനിക്കറിയാൻ പോലീസ് നിന്റെ ഒടുക്കലത്ത് ഒരുക്കം കണ്ടപ്പോ ഞാൻ വിചാരിച്ചാ ഫുഡ് കിട്ടൂലെന്ന്. നിങ്ങളല്ലേ വരാൻ ലേറ്റ് ആയത്? പിന്നെ എന്റെ കുഴപ്പമാണ്. അല്ല, നിങ്ങൾ അമ്മ പ്രാഗപ്പോഴേ ഞാൻ വിചാരിച്ചത് നമുക്ക് പച്ചവെള്ളം കിട്ടൂലാണ്. വീട്ടിൽ വല്ല പറ്റിരിപ്പുണ്ടോ? അതുണ്ടെങ്കിൽ തന്നെ അമ്മ എടുത്ത് കഴിച്ചിട്ടുണ്ടാവും. ഇപ്പൊ എന്തോ ചെയ്യും? ഒരു കാര്യം ചെയ്യാം, കയറി കിടന്നങ്ങ് ഉറങ്ങാം. അയ്യടാ, പറയുന്ന കേട്ടാ വിചാരിക്കും എന്റെ കൂടെ കട്ടിലിൽ കിടക്കാനാണ്. ആഴ്ചയിൽ 6 ദിവസം ATM കാവൽ നിന്നിട്ട് 7ാമത്തെ ദിവസം എന്നെ കട്ടിലിൽ കിടത്തിട്ട് ഒരു കസേരയിട്ട് കാവലിരിക്കാൻ വേണ്ടിട്ടല്ലേ? നീ എന്റെ കാശ് മൊത്തം ചെലവഴിക്കണ നീയല്ലേ? അപ്പൊ നിന്നെ കാണുമ്പോഴേ എനിക്കൊരു ATM ആയിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് നീ കിടക്കുമ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്ത് കസേരയിട്ട് കാവലിരിക്കണത്. ഒരു കാര്യം ചെയ്യാം, നീ കിടക്ക്, ഞാൻ കസേരയിട്ട് കാവലിരിക്കാം. എനിക്കത് കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ. ഉത്തിഷ്ഠ നരശാർദൂല. അയ്യോ ചേട്ടാ, ഒന്ന് ഓടി, എന്റെ മാല കാണുന്നില്ല. ചേട്ടാ ഒന്ന് ഓടി, എന്റെ 3 പവന്റെ മാല കാണുന്നില്ല. അയ്യോ, എന്നാടി എന്റെ 3 പവന്റെ മാല കാണുന്നില്ല. നിന്റെ മാല കാണുന്നില്ലേ? ഇപ്പൊ നിങ്ങൾ എടുത്തു കാണും. എന്റെ 3 പവന്റെ മാല അവിടുന്ന് നേരം വെളുത്തപ്പെടുത്ത മാല കാണുന്നില്ല. എന്നെ കള്ളിയാക്കരുത് കേട്ടോ. നിന്റെ ഈ കഴിഞ്ഞ പിടിച്ചാൽ പൊയ്ക്കോളം എടുത്ത് വീട്ടിൽ നിന്ന് കേട്ടോ. നിങ്ങൾ അമ്മ ഉറക്കാൻ എടുത്തിട്ട്
അതായിരിക്കും ഒരച്ചൊരച്ചൊരച്ചൊരച്ച് തീർത്ത് കാണുക. ഞാൻ ഉരയ്ക്കാൻ ഇരിക്കുകയല്ലേ അതിനകത്ത് ഉരയ്ക്കാന്. എടീ, 5 മാസത്തോടെ ഉരയ്ക്കുന്നുണ്ട്. എന്റെ വായി വരുന്ന വിളിച്ച് പറയും കേട്ടോ. ചേട്ടാ ഇപ്പൊ എന്റെ മാല ഇവിടെ കാണുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യും? എന്താ ചെയ്യാനാ? പോലീസിനെ വിളിക്കും. പോലീസ് വേണ്ട, പോലീസിനെ വിളിക്കണ്ട. പോലീസ് ഇവിടെ ഈ വീട്ടിൽ പോലീസ് കയറാൻ ഞാൻ സമ്മതിക്കല്ല. നിങ്ങൾ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എത്ര പേടി. എന്താ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്? എന്റെ മാല എടുത്തിട്ടുണ്ട്. അനാവശ്യം പറയരുത്. അപ്പൊ ചെവിക്കല്ലടിച്ചാൽ പൊളിക്കും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് നിർത്തിക്കേ. ഇവിടെ പോലീസും പട്ടാളൊന്നും വിളിക്കണ്ട. പിന്നെ നമുക്ക് കാര്യം ചെയ്യാം. ആ മേപ്പാടം തിരുമേനിയില്ലേ, പുള്ളിക്കാരനെ വിളിച്ചാൽ പുള്ളിക്കാരൻ കറക്റ്റ് ആയിട്ട് ഗണിച്ച മാല എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കും. ഇപ്പൊ ഗണിച്ച കണ്ടുപിടിച്ചേക്കും. മേപ്പാടും തിരുമേനി വേണ്ട. അങ്ങനെ കണ്ടോ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. രമേശൻ ജോത്സ്യരെ വിളി. രമേശൻ ജോത്സ്യരാണെങ്കിൽ എത്രയോ എടുത്ത് കളവ് പോയ സാധനങ്ങളാ നിമിഷ നേരം കൊണ്ട് പറഞ്ഞു കൊടുത്തേക്കുന്നത്. കൃത്യമാണല്ലോ. ആ കൃത്യമായിട്ട് പറയും. എനിക്ക് രമേശൻ ജോത്സ്യരെ വിശ്വാസം. ആരായാലും വേണ്ടില്ല, എനിക്ക് എന്റെ മാല കിട്ടിയ. അതറിയാവല്ലേ, അറിയാവല്ലേ. നീ ഇവിടെ കാണണോടി. നീ ഇവിടെ തന്നെ കാണണം നീ കേട്ടോ. വരട്ടെ രമേശൻ ജോത്സ്യര് വരട്ടെ. ചേട്ടാ 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 ആ എടീ, ജോലി രണ്ട് അതിഥികൾ വന്നിട്ടുണ്ടല്ലോ. നമ്മളെ അതിഥികളൊന്നും അല്ലേ, എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ. അതിഥി തൊഴിലാളികൾ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അതിഥി തൊഴിലാളികൾ സ്റ്റേഷൻ. എവിടുന്ന് വരുന്നത്? ഞങ്ങള് ബംഗാള്, ഈസ്റ്റ് ബംഗാള്. ഈസ്റ്റ് ബംഗാൾ. ഈസ്റ്റ് ബംഗാള്. ബംഗാളാ? ബംഗാൾ ബംഗാൾ ബംഗാൾ. ഇയാളോ? വെമ്പായം. വെമ്പായോ? വെമ്പായ നഗർ നോർത്ത് ബംഗാൾ. നോർത്ത് ബംഗാൾ. ഗാന നഹി പീന നഹി ഊത്ത നഹി ഇത് വേണ്ട. ഊത്തനകി പീപ്പി നകി ഒന്നും നകി. നിങ്ങൾ ഏതൊക്കെ നക്കിയെന്ന് പറ. അതല്ലമ്മേ, അവര് ഹിന്ദിയിലാ പറഞ്ഞത്. അല്ല ഇപ്പൊ എന്താ വേണ്ടേ? സ്വർണം. അല്ല, ഞങ്ങള് സ്വർണം ചെയ്യുന്ന പണിക്കാരായിരുന്നു. അപ്പൊ സ്വർണ്ണക്ക് വില കൂടിയപ്പോ ഞങ്ങൾ താന്നുപോയി. സ്വർണ്ണത്തിന് വില കഴിയപ്പോ ഞങ്ങൾ താന്നുപോയി. നിങ്ങൾ താന്നുപോയോ? താന്നുപോയി. ജോലി അപ്പൊ ഞങ്ങൾക്ക് ജോലിയില്ല. ഓ അത് ശരി. ഞങ്ങൾ ഈ കിണർ വൃത്തിയാക്കും, അങ്ങനെയുള്ള പണികളൊക്കെ ഇറങ്ങിയാണ്. കിണർ അപ്പൊ വൃത്തിയാക്കും. വേണ്ട, വേണ്ട. അല്ല അതെ, കഴിഞ്ഞ ആഴ്ച കിണർ തേകിയതേ ഉള്ളൂ. അതെ. അത് സാരമില്ല. ആ. എല്ലാ ആഴ്ചയിലും കിണർ തേക്കണമെന്ന് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ, ബംഗാൾ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞിട്ടുണ്ട്. സോമനാഥ കുറുപ്പ്. അതെ, സോമനാഥ് ചാറ്റർജി. സോമനാഥ് ചാറ്റർജി. ഓ അത് ശരി. വേണ്ട വേണ്ട. നിന്റെ പേരെന്തുവാന്നാ പറഞ്ഞേ? പേര് ഗുൽമാൽ സിംഗ്. ഗുൽമാൽ സിംഗ്. എന്റെ അടുത്ത കക്കൂസിന്റെ ഓട വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് ഓട വൃത്തിയാക്കിയില്ലേടാ. ഇന്നലെ പോലെ പൊട്ടി കിടക്കുവന്നല്ലോ. ആ എന്നൊരു ചേട്ടാ, കാര്യം എന്നാ ചെയ്യ്. പിന്നെ അവരുടെ അത് വൃത്തിയാക്കാൻ പറ. ഓക്കെ, എന്നൊരു കാര്യം ചെയ്യ്. ആ. ഇത് വേണ്ട, ആ പുറയിൽ സെപ്റ്റി ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോകും. സെപ്റ്റി ടാങ്ക്. ഞാൻ പോവാ. ചെയ്തിട്ട് പോടാ. അല്ല, അത് സാറേ ഒരു കാര്യം ചെയ്യാം. ആ. ഞങ്ങൾക്ക് ഒരു ഓഫർ ഉണ്ട്. ഓഫറോ? ഓഫർ. ഞങ്ങൾ സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യുന്ന കൂടെ ഈ കിണർ ക്ലീൻ ചെയ്ത് തരും. ഫ്രീ ഫ്രീ ഫ്രീ. ആ അത് ശരി. ഫ്രീ ആയിട്ട്. ആ. അപ്പൊ കിണർ അപ്പൊ അതല്ല, സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് കിണർ വൃത്തിയാക്കിയാൽ മതി. ഇല്ല പറ്റില്ല. സെപ്റ്റി ടാങ്കിൽ മുഴുവൻ ആർക്കും ഞങ്ങൾ ദേഹത്താക്കുമല്ലോ. അപ്പൊ ഞങ്ങൾ വന്ന് ഇതിലിറങ്ങിയ വെള്ളം ചീത്തയായി പോകത്തില്ല. അപ്പൊ ആദ്യം കിണർ തേക്കിട്ട് നമുക്ക് ആരോ വന്ന്. ആ ദേ നമ്മുടെ ജോത്സ്യരെത്തി. രമേശൻ ജോത്സ്യര് വരുന്നു. ജോത്സ്യം വന്ന് പ്രശ്നം വെച്ചതിന് ശേഷം തേക്കിയാൽ മതി. എന്നതാടി CCTV ക്യാമറ മൊത്തം നിന്ന് കറങ്ങി നിരീക്ഷിക്കുന്നുണ്ടല്ലോ. ജോത്സ്യരാ? ആഹാ മനസ്സിലായി. അത് ഈ വീട്ടിലല്ലേ കാണാതെ പോയെന്ന് പറഞ്ഞു. അതെ അതെ, ഇവിടെ തന്നെ. പക്ഷെ എന്നെ എല്ലാവരും വിളിക്കേണ്ടത്. പിന്നെ ആദ്യം നമ്മൾ ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഏതെങ്കിലും ലോഡ്ജിൽ പോയെന്ന് അന്വേഷിക്കണം. എന്ത് കാര്യത്തിന്? സാധാരണ ഒളിച്ചുകൂടി പോണവരൊക്കെ അവിടെ പോയി താമസിക്കാറേ. അയ്യോ, ആരും ഒളിച്ചോടി പോയിട്ട് കാണാണ്ടായതല്ല. പിന്നെ ഇവിടെ 3.5 പവന്റെ മാല പോയി. 3.5 പവന്റെ മാല പോയി അല്ലേ? ദോഷം കാണുന്നുണ്ട്. അല്ല, എന്തോ കാണുന്നുണ്ട്. ദോഷം. ആ ദോഷം. അതിന് പരിഹാരമുണ്ട്. ആണല്ലേ? എന്താണ്? അപ്പൊ തിങ്കൾക്ക് തിങ്ക, ചൊവ്വക്ക് ചൊവ്വ, ബുധക്ക് ബുധ, വ്യാഴക്ക് വ്യാഴ, വെള്ളിക്ക് വെള്ളി, ശനിക്ക് ശനി, ഞായർക്ക് ഞായർ. ഹലോ, ഇത് ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ എന്നൊക്കെ പറഞ്ഞാ പോരെ? അല്ലെങ്കിൽ ജോത്സ്യന്മാർ പറയുമ്പോൾ ഇരട്ടിപ്പ് വേണം. ഇരട്ടിപ്പുണ്ടെങ്കിലേ ജോത്സ്യനാണെന്ന് തിരിച്ചറിയുള്ളൂ. അങ്ങനെ. അപ്പൊ തിങ്കൾക്ക് തിങ്ക, ചൊവ്വക്ക് ചൊവ്വ, ബുധക്ക് ബുധൻ, വ്യാഴം 7 8. അതിനെ പണി കാണിച്ചേ. അതിന് ഞാൻ മക്കണ്ട സാധനം നിങ്ങൾ വെച്ചാൽ ആളെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. എന്ത് അല്ലെ, ഒന്ന് സപ്പോർട്ട് ചെയ്തെന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുന്ന പോലെ ഇതിനകത്ത് തീരുമാനം ഉണ്ടാക്കിട്ട് പോകും. മാല കാണുന്നില്ല. വയ്ക്കരുത്. അതെനിക്കുള്ളതാണ്. അപ്പൊ ശനിയുടെ അപഹാരം കാണുന്നുണ്ട്. നമ്മുടെ ദോഷ പ്രതിവിധികള് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതിനകത്തൊരു പരിഹാരം കണ്ടേ. വയ്ക്കരുത്. ഇല്ല, കിണർ തേക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, അത് കഴിഞ്ഞിട്ട് തേക്കാം. പ്രശ്നം കഴിയട്ടെ. നാളെ പറയുക. നാളെ എന്ത് പറയാനാണ്? ഇന്നത്തെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. അതല്ലെന്ന് നക്ഷത്രം പറയുക. നക്ഷത്രം പറയല്ലേ, ക്രിസ്മസ് തൂക്കല്ലേ? എന്നതാണ് ഞാൻ പോണിങ്ങനെയാണ്. പോലെ എടാ, ജനിച്ച ദിവസം പറ. ആ ജനിച്ച ദിവസം നാളെ പറയാനാണ്. നാളെ പറയാനല്ല, ഇപ്പൊ പറയാൻ. കൗണ്ടർ തിരിച്ചിരിക്കും. അമ്മേ, ഞാൻ ജനിച്ച ദിവസം നക്ഷത്രം പറയാൻ. പിന്നെ ദേവശേഷം നക്ഷത്രമുള്ള ഞാൻ നക്ഷത്രം എണ്ണിക്കൊണ്ടിരുന്നല്ലോ ഇവിടെ മോനെ. ദൈവമേ, തൃക്കേട്ട. തൃക്കേട്ട. ഇടക്കേറി ചെയ്യല്ലേ? പണ അത്തഞ്ചിത്ര ജ്യോതിവിശാഖ മനുഷ്യം തൃക്കേട്ട ഈരാറ്റുപേട്ട വൃതാപ്പേട്ട പേട്ട.
ഇത് എന്നാ പരിപാടിയെ കാണിക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ എന്നാ പരിപാടി കിണറിട്ടേക്കാം. ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോ എവിടെ കയറി കൊളാക്കല്ലേ? ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനല്ല, പ്രശ്നം വെക്കാനാണ് ജോലിസ് വിളിച്ചു വരുത്തിയത്. ആണല്ല. ആ. അപ്പൊ ദോഷമുണ്ട്, അത് പരിഹാരം വേണമെങ്കിൽ നിങ്ങൾക്ക് മാല പോയതല്ലേ? ആ, മാല പോയി. എത്ര രൂപയാണെന്ന് അറിയാമോ? മാലയുടെ അത്. അതിന് ഞാൻ ഒരു മന്ത്രം ചൊല്ലും, അതങ്ങ് ഏറ്റു എല്ലാരും. ഓക്കേ, ആ. ആ. ഓം നീ എന്തോത്തിന് കടു വറുക്കുവാ? അല്ല, കടു വറുക്കുന്ന സാമ്പാറിനോ അതെ പച്ചടിക്കോ? മന്ത്രം ചൊല്ലുക. ഇന്നോട് ചെല്ല് കേക്കട്ടെ. അത് ശ്രദ്ധിച്ച് കേൾക്കുക. ഓം ഠപ് ഠപ്. നിനക്ക് അക്ഷരസ്ഫുടതയൊന്നും ഇല്ല, എനിക്ക് കേൾക്കണം, നേരെ പറ. അല്ല, അത് ഞങ്ങൾ ചൊല്ലുന്ന മന്ത്രം അങ്ങനെ വേറെ ആരും കേൾക്കാൻ പാടില്ല. ഇത് പച്ചത്തെറിയാണോ വിളിക്കുന്നത്? അതല്ല, അങ്ങനെയാ മന്ത്രം. എന്നാ ഒന്ന് ഇത് നിങ്ങളൊരു പറ. കാര്യം ചെയ്യും, ഞാൻ മന്ത്രം ചൊല്ലാം, നിങ്ങളത് ഏറ്റു ചൊല്ലിയാൽ മതി. ഏറ്റു ചൊല്ലണം. കേട്ടല്ലോ? ഓം ഠപ്. ജോത്സ്യരെ, ഇതെന്താണ്? അല്ല, വേറെ എനിക്ക് താഴ്മ അമ്മേ, 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 എഴുന്നേര്. ഇതെന്തുവാ ഇത്? എടാ, എനിക്ക് ഉത്സവം ഭയങ്കര ഇഷ്ടമാ, കമ്പം പേടിയാ. പേടിക്കട്ടെ, നിർത്ത്. എന്റെ പൊന്ന് ജോത്സ്യർ ഇവിടെ എന്തുവാ കാണിക്കുന്നത്? നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ വന്നോ, പ്രശ്നം വെക്കാൻ വന്നോ? ആ പ്രശ്നം വെക്കാം. നിങ്ങൾ ഇടയ്ക്ക് എറിയുന്നതല്ലേ? അപ്പൊ ദോഷം കാണുന്നുണ്ട്, അതിനുള്ള പരിഹാര വ്യക്തികൾ നമ്മൾ കാണുന്നത്. കണ്ടകശിയുടെ അപകാരം കാണുന്നതുകൊണ്ട് നമുക്ക് ദോഷം തീർക്കാവുന്ന ഒരു പ്രതിവിധി നമുക്ക് ചെയ്യാവുന്നതാണ്. മൂന്നര പപ്പന്റെ മാല, ഒരു പപ്പൻ 40,000 രൂപ വെച്ച് 4 3 12 1 20 അരക്ക് 20 1,40,000 രൂപ മുതലുണ്ടല്ലോ. അല്ലേ? ഉണ്ട്. അപ്പൊ ആ മുതൽ ഞാൻ കണ്ടുപിടിച്ച് തരാം. ആ കണ്ടുപിടിച്ച് തരുന്ന ജോത്സ്യന് അത് ഞാൻ കണ്ടുപിടിച്ച് തരാട്ടോ. അത് എവിടെയെങ്കിലും ഞാൻ കണ്ടുപിടിച്ച് തരാം. തരാട്ടോ. തരണം. അപ്പൊ ഈ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ജോത്സ്യന് 20,000 രൂപയെങ്കിലും ദക്ഷിണ തരണം കേട്ടോ. തരൂല കേട്ടോ. എന്നാ പിന്നെ ഒരു കോപ്പൂടെ നടക്കൂലാട്ടോ. തരാട്ടോ. ആ, എന്നാ കാണിച്ചു തരാട്ടോ. എന്നാ കാണിക്കും. അപ്പോ ഏതോ ജലസ്രോതസ്സുമായിട്ട് ബന്ധപ്പെട്ട ഈ സാധനം പോയേക്കണത്. തെക്കേപ്പുറത്തെ പ്ലാവിന്റെ വീട്ടില ജലസ്രോതസ്. ആ, അവിടെയുള്ള ഞങ്ങൾ എന്നും പോയി മൂത്രം ഒഴിക്കണം. ആ ജലസ്രോതസ് അല്ല, പിന്നെ ഇവിടെ നമ്മുടെ വീടിനോട് ചേർന്ന് വീടിന് മുറ്റത്തൊരു ജലസ്രോതസ് ഉണ്ട്. അവിടെയാണ് ഈ സാധനം പോയിരിക്കുന്നത്. ആ കിണർ തേക്കാന്ന് പറഞ്ഞപ്പോഴാണ് കിണറിലായിരിക്കും. അയ്യോ, എന്റെ മാല കേട്ടില്ല. ചേട്ടാ, വേഗം കേറി. 20,000 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? തരണം. തരാം. 1,40,000 രൂപ മുതൽ ഞാൻ എടുത്തു തരുമ്പോ 20,000 രൂപ എനിക്ക് തരണം. എടിയാ, പൈസ എടുത്തുണ്ടോ? ഉറപ്പാണല്ലോ. 20,000 കുഴപ്പമില്ല, 1.5 മുതൽ കിട്ടൂല. അപ്പൊ ചേട്ടാ, ഞങ്ങൾ ഇത് എടുക്കുമ്പോ ഞങ്ങൾക്ക് കുറച്ച് പൈസ തരണം. എത്ര രൂപ? ഞങ്ങൾക്ക് 1000 രൂപ. ഇത് ഇറങ്ങിയിട്ട് സാധനം എടുത്ത് തിരിച്ചു കയറുമ്പോ 1000 രൂപ. 1000 രൂപ? നീ ഒരു കാര്യം ചെയ്യ്, നീ സാധനം എടുത്താൽ മതി, തിരിച്ച് കയറണമെന്നില്ല. എടാ ചേട്ടാ, ചേട്ടാ, ഉദർ സൈഡ് മേ, ഉദർ സൈഡ് മേ, ഉദർ സൈഡ് മേ. എടോ ബംഗാളി, അവിടെ ഉണ്ടാ. എടോ ആ കിഴക്ക് ഭാഗത്തെ ആ താഴെയായിട്ട് എന്റെ പഴയ ഒരു നിക്കർ പോയിട്ട് അതും കൂടി എടുത്തോണ്ട് കൊണ്ടുവരണേ. ചേട്ടാ, അങ്ങനെയാണെങ്കിലേ ഒരു പുട്ടുംകുറ്റി എന്റെ വീണിട്ടുണ്ട്, അതും എടുക്കണേ. അങ്ങനെ 2 ഉരുളിയും ഒരു തട്ടുവവും ഒരു പപ്പടം കുത്തിയാണ്, അതുപോലെ വരുമ്പോ കൊണ്ടുവരണേടാ. സുഹൃത്തെ, ഇങ്ങ് വന്നേ. ഇത് മാല എടുക്കാൻ വേണ്ടിയല്ലേ പോയിരിക്കണം. അത് ലുലുമാളല്ല, അത് കിണറാ. മനസ്സിലായില്ലേ? കിട്ടിയാ? കിട്ടിയാ? ജോത്സ്യം പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റാ, അച്ചിട്ടതാ. ഒരു കാര്യം ചെയ്യ്, ഞാൻ പറഞ്ഞ പൈസ അതാ, മാല തരാം. പൈസ കൊടുക്കാല്ലേ? ആയിക്കോട്ടെ, സന്തോഷം. മാല സന്തോഷമായിട്ട് ചെയ്യ്. എന്റെ ദൈവമേ, 1.5 പവന്റെ മാല. എടി, മാലയുടെ കാര്യം ഞാൻ തീരുമാനിച്ചു. 4 ബാക്കി ഞാൻ എടുത്തത്. പക്ഷേ ജോത്സ്യരെ, നിങ്ങൾ സമ്മതിച്ചു കേട്ടോ. നിങ്ങൾ വലിയ ടീമാ കേട്ടോ. നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ച് ഈ കിണറിനകത്ത് കൃത്യമായിട്ട് ഈ മാല കിടപ്പുണ്ടോ? നിങ്ങളെ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി. ഞങ്ങളെ കണ്ടപ്പോഴാ? ഇവിടെ കഴിഞ്ഞ 5-6 വീടുകളിലായിട്ട് ഞാൻ ആദ്യം മോഷ്ടിക്കാൻ വരുമ്പോൾ നിങ്ങൾ എന്റെ പുറകെ വരും. എന്നിട്ട് നിങ്ങൾ ആദ്യം കയറി മാല മോഷ്ടിക്കും, ഞാനൊരു ജീപ്പിന്റെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ആ മാല എടുത്ത് കിണറ്റിലിടും. പിറ്റേ ദിവസം ഞാൻ ജോർജിന്റെ വേഷം കെട്ടി 20,000 രൂപ മേടിച്ച് മാല എടുത്തോണ്ട് ഞാൻ പോകും. മനസ്സിലായി?
ഇനിയെങ്കിലും നിങ്ങൾ മാല കളയുമ്പോ കിണറ്റി കളയരുത്. പിന്നെ എന്റെ കയ്യിൽ നേരിട്ടങ്ങ് തന്നേക്കണം. ആമ്പട